ഇപ്പോൾ ജാനുവൊക്കെ രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് കടന്നിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോയെന്നാണ് പറഞ്ഞത്. ഈ തല്ലി ഓടിച്ചല്ലോ, തല്ലി ഓടിച്ച് പോയി ചിന്തി ചിതറി ഓടിയിട്ട് കുറേ ആളുകൾ ഇങ്ങോട്ടും വന്നു, കുറേ ആളുകൾ തമിഴ്നാടിൻ്റെ കർണാടകത്തിൻ്റെ കാടിലേക്ക് പോയി. അപ്പോൾ അന്നും ഇങ്ങനെ കാട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വെല്ലുവിളിയൊന്നുമല്ല ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആ രീതിയിലൊന്നും വലിയ ഒരുക്കൊന്നും വേണ്ട, പുതിയ സ്ഥലമൊന്നുമല്ല അവർക്ക്. ദേ ഫീൽ മോർ അറ്റ് ഹോം ഈ കാട്ടിലേക്ക് പോയാൽ. ഭയങ്കര സ്പീഡായിരുന്നു അവരുടെ. അവിടെ വന്ന് തുടങ്ങുന്നത് ചെറിയ കുടിലുകൾ കെട്ടലാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 1-2 ദിവസം കൊണ്ട് കുറേ കുടിലുകൾ റെഡിയായി. ഇപ്പോൾ അവർ മൃഗങ്ങളെ കൊന്നു തിന്നുവാണ്, പിന്നെ മുള വെട്ടി നശിപ്പിക്കുകയാണ്, കാട്ടിലെ ചെറുകിട വിഭവങ്ങളുണ്ട് അതൊക്കെ നശിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അക്യൂസേഷനൊക്കെ വെച്ചിട്ട് ഇവർ ലോക്കലായിട്ട്, അപ്പോൾ അതിനൊക്കെ ഇവർക്ക് ചില ആക്ഷൻസൊക്കെ എടുക്കാം. അതിലേക്ക് വന്ന ഒരു ക്ലൈമാക്സാണ് വെടിവെപ്പ്. അപ്പോൾ ക്ലൈമാക്സ് വേണമെങ്കിൽ അതിന് മുമ്പ് ചില കാര്യങ്ങൾ നടന്നിരിക്കണമല്ലോ. അവരതൊരു ആയുധവും പ്രയോഗിച്ചിരുന്നു, പിന്നീട് അവർക്ക് തെളിയിക്കാനും പറ്റിയിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ഭീകര ഗ്രൂപ്പും ബന്ധവും അവർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും കണക്ക് കൂട്ടി എടുക്കാവുന്ന സംഭവമാണ്. നമുക്ക് അനുമാനത്തിലൂടെ ചില ഇതിൽ വരാമെന്നുള്ളതല്ലാതെ അത് പൂർണ്ണമായിട്ട് ശരിയായിരിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നത് വയനാടിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞത് അത് മുത്തങ്ങയുടെ മാത്രമല്ല, അവിടെ തമിഴ്നാടിൻ്റെ കാടുണ്ട്, അവിടെ കർണാടകത്തിൻ്റെ കാടുണ്ട്. എല്ലാം കൂടി കഴിയുമ്പോൾ അത്യാവശ്യം ബന്ദിപ്പൂരൊക്കെയായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അത്യാവശ്യം വിസ്തൃതമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അവർ ഉണ്ടാവില്ലല്ലോ, ഈ തമിഴ്നാട്ടുകാരും ഇത് കേരളത്തിൽ തന്നെയുള്ളതല്ലേ. പക്ഷെ അവരുടെ ഏരിയ അങ്ങനെയാണ്. ഇപ്പോൾ ജാനുവൊക്കെ രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് കടന്നിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോയെന്നാണ് പറഞ്ഞത്. ഈ തല്ലി ഓടിച്ചല്ലോ, തല്ലി ഓടിച്ച് പോയി ചിന്തി ചിതറി ഓടിയിട്ട് കുറേ ആളുകൾ ഇങ്ങോട്ടും വന്നു, കുറേ ആളുകൾ തമിഴ്നാടിൻ്റെ കർണാടകത്തിൻ്റെ കാടിലേക്ക് പോയി. അവിടെ കയറി ഇവരധികം പോവില്ലല്ലോ കേരളത്തുകാർ. അങ്ങനെ പല കാരണങ്ങളും കാണണം. ഇത് ഒറ്റപ്പെട്ട സ്ഥലമാണ്, കാട് നോക്കുമ്പോൾ ഒരു മൂലയാണ്. ഇപ്പോൾ ജനവാസം എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ കണക്കാണ്. ഈ കർണാടകമുണ്ട്, തമിഴ്നാടുമുണ്ട്. അപ്പോൾ അവരെ അങ്ങ് വിടാലോ. പിന്നെ യഥാർത്ഥത്തിൽ മുത്തങ്ങ ഇവിടെ ഈ കുറച്ച് സ്ഥലം വാസ്തവത്തിൽ കേരളത്തിന് ഫോറസ്റ്റ് കുറവാണ്, ഫോറസ്റ്റ് ഏരിയ ആയിട്ട് കുറവാണ് ഈ ഏരിയയിൽ. പിന്നെ ഇങ്ങോട്ട് മാറിയിട്ട് കുറേ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ആയിരിക്കണം ചിലപ്പോൾ അതിൻ്റെ കാരണം. കൃത്യം അറിഞ്ഞുകൂടാ ഈ തിരഞ്ഞെടുക്കാനായിട്ട്. ഞങ്ങളെപ്പോഴും ഞാനെപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഇവർക്ക് ഈ കാടൊക്കെ ശരിക്കറിയാം. അത് അടുത്ത സ്റ്റേജ് അങ്ങനെ കൃത്യം ആന ശല്യങ്ങളൊക്കെ ഉള്ള വഴിക്കൂടി ഞങ്ങൾ പോകണത്. അവരുടെ വഴിയെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അവരുടെ ഗേറ്റും കാര്യങ്ങളൊക്കെ. അതിൽ പോകണമെന്നൊന്നുമില്ല, കാടറിയാവുന്നതിന് ഇതിൽ വേണമെങ്കിലും പോകാം. ഈ പറഞ്ഞ ഞണ്ടിറുക്കി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞണ്ടിറുക്കി കാട്ടിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഈ ഞണ്ടിറുക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ ചെറിയ അരുവി, അവിടെ ഇതിൻ്റെ തുടക്കമാണ്. ഈ ഞണ്ടിറുക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സമരത്തിൻ്റെ സ്ഥലമാണ്. ഈ ഗോളിയോർ റൈൻസിന് കൊടുത്തിരുന്നതാണ് പാട്ടത്തിന്, യൂക്കാലി വളർത്താൻ. അത് വെട്ടിക്കളഞ്ഞപ്പോൾ ഇങ്ങനെ വേക്കൻ്റായിട്ട് കിടക്കുന്ന സ്ഥലത്ത് അവിടെയാണ്. അതിൻ്റെ ഒരു മൂലയ്ക്കാണ് ഇവർ കയറി കൂടിയത്. അസ് യു ഗോ, ഈ തൊടാത്ത കാടുണ്ടല്ലോ, നല്ല കാട്, ഞണ്ടിറുക്കി അവിടെ നിന്ന് കാട്ടിലേക്ക് കയറുന്ന അവിടെ മുതൽ
ഈ ഭൂമിയായി, അത് പുല്ലും കയറി അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പിന്നെ സമരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആഡംബരമായിട്ട് കഴിയാനല്ലല്ലോ. ഒരു ആദിവാസികളാണ് താനും. കാട്ടിൽ ഇതിനെ ഞെരുങ്ങിയാണെങ്കിലും കാട്ടിൽ കഴിയുന്ന അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോഴും കാട്ടിൽ പോണത്, കാട്ടിൽ പോയി ഒരു നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വലിയ ത്രില്ലാണ്. അവർക്ക് കാട്ടുനായ്ക്കർക്ക് സാധാരണമാണ്, പണിയെടുക്കും. അതെ, അവർ ഇപ്പോൾ തേനെടുക്കാനൊക്കെ പോകുമ്പോൾ അവർ കാട്ടിലൊക്കെ പോയി ഒരാഴ്ച 2 ആഴ്ചയൊക്കെ തങ്ങുന്നവരുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് അരിയായിട്ട് പോകും, വെള്ളമൊക്കെ അവിടുന്ന് സംഘടിപ്പിക്കും, അരിയും പാത്രമായിട്ട് പോകും. അവർ കഞ്ഞി വെച്ച് കുടിച്ച് തേനൊക്കെ ശേഖരിച്ച് പയ്യെ വരുള്ളൂ ഇപ്പോഴും. അപ്പോൾ അന്നും ഇങ്ങനെ കാട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വെല്ലുവിളിയൊന്നും അല്ല, ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആ രീതിയിലൊന്നും വലിയ ഒരുക്കൊന്നും വേണ്ട. പുതിയ സ്ഥലമൊന്നുമല്ല അവർക്ക്. ദേ ഫീൽ മോർ അറ്റ് ഹോം ഈ കാട്ടിലേക്ക് പോയാൽ. അങ്ങനെ ഉള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സാമ്പത്തികമൊക്കെ എങ്ങനെ, അതൊന്നും ഞാൻ അങ്ങനെ ഇത്രയല്ലേ സാമ്പത്തികമുള്ളൂ. ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ വല്ല സന്നദ്ധ സംഘടനകളോ എല്ലാവരും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവും. അതെന്തും ആകട്ടെ, ഇപ്പം അതിലേക്ക് പോകാൻ മാത്രമുള്ളൊരു സാമ്പത്തിക ചിലവൊന്നും അവിടെ വന്നിട്ടില്ല. അങ്ങനെ വളരെ മിനിമമായിട്ട് കാട്ടിൽ വെച്ച് നടത്തിയ സമരമായിട്ട് നമ്മളിതിനെ കാണണം. ഇപ്പോഴത്തെ സമരം നടക്കുന്ന ഒരുപാട് ചിലവുകളൊക്കെ വരില്ല. അന്നത്തെ കാലത്ത് മിനിമം ചിലവിലൊക്കെ നടത്തി കാണണം. ഏറ്റവും കുറഞ്ഞത് ഒരു 10 പ്രാവശ്യം. ഞാൻ ഉള്ളിൽ പോയിട്ടില്ല. പലപ്പോഴും എന്നെ അറിയാവുന്നവർ വരും, പലപ്പോഴും സുരേന്ദ്രൻ കൊണ്ടുവരും. അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ കൂടുതൽ പോകുന്നത്. ഞങ്ങൾക്ക് ഈ ഷോർട്ട് കട്ട് എടുക്കാനും അറിയാം. ഞങ്ങളുടെ കൂടെ ആദിവാസികളുള്ളതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടുതൽ ഞങ്ങൾ അതിലെ പോലും ഇതിലെ പോയൊരു എന്തെന്നാ ആ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ് തകരപ്പാടിക്കും അപ്പുറമാണ്. അത് തകരപ്പാടിയിലാണ് അതിൻ്റെ ഒരു സ്മാരക ശിലയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്താണ് ഈ വഴി കാട്ടിലേക്ക് പോകണം. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് വളപ്പം. അത് നമുക്ക് ഒന്നുകൂടെ സ്ട്രെയിറ്റായിട്ട് വഴി അറിയാമെങ്കിൽ കാട്ടിക്കിടെ പോകണം. ഈ അവിടെ അവർ മെയിൻ റോഡെന്നുള്ള രീതിയിൽ ആളുകൾ പോകണമെന്നുള്ള രീതിയിൽ അവിടെ ഗേറ്റൊക്കെ വെച്ച് അതിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. വലിയ അവർക്ക് അവരെ സഹായിക്കാനായിട്ട് വല്ല സപ്ലൈ ഒക്കെ എത്തിച്ചു കൊടുക്കാനായിട്ട് വരുന്നവരും ആദിവാസികളാണ്. അപ്പോൾ അവർക്ക് വേറൊരു കാർഡൊക്കെ ലോക്കലായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരു പണിയ പെണ്ണുണ്ടായിരുന്നു. അവൾ ഇവിടുന്ന് കെട്ടിച്ചു വിട്ടതാണ്. ഇവിടെ മൈക്ര കോളനി എന്ന് പറയും. ഈ മൈക്ര കോളനിയിൽ നിന്ന് ഒരു പെണ്ണ് അവളെ കെട്ടിച്ചു വിട്ടത്. അവിടെ നിന്നുള്ള അറിവ് വെച്ചിട്ട് എങ്ങനെയാണ്ടാണ് അവളുടെ ഭർത്താവോ ആരെങ്കിലും സമരത്തിൽ പങ്കെടുത്ത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു മുത്തങ്ങയായിട്ട്. അല്ലാതെ ഒരു ബന്ധവുമില്ല, ഇവിടെ ഉള്ളവരൊന്നും അല്ല. ഒക്കെ മാനന്തവാടി ഭാഗത്തു നിന്നുള്ള ദൂരെ നിന്നുള്ള ആൾക്കാരാണ് സമരത്തിൽ പങ്കെടുത്തത്. അത് ഈ ലോക്കൽ ഇവരുണ്ടല്ലോ, ഈ ഫോറസ്റ്റ്, അവർക്കിതൊരു വിനയായി. അവരുടെ പിടിപ്പേട് വേണമെങ്കിൽ പറയാം. അവർ എന്ത് ഇത് മുൻകൂട്ടി കണ്ടില്ല. ഇപ്പോൾ ഇവർ കയറിക്കൂടി, അത് കഴിഞ്ഞപ്പോൾ തല്ലി ഇറക്കാൻ പറ്റാതെയായി. പിന്നെ അവരെ ഇറക്കണം. ഈ പറഞ്ഞ ഭയങ്കര സ്പീഡായിരുന്നു അവരുടെ. അവിടെ വന്ന് തുടങ്ങുന്നത് ചെറിയ കുടിലുകൾ കെട്ടലാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 1-2 ദിവസം കൊണ്ട് കുറേ കുടിലുകൾ റെഡിയായി, ഏറെക്കുറെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവരെ ഇറക്കണമെങ്കിൽ തല്ലി ഇറക്കണം, പിന്നെ ഒരു ഇഷ്യൂ ആവും. അപ്പോൾ അത് ചെയ്യാൻ ഉൾക്കൊട്ട് അധികാരം ഇല്ലാതാണ്. അതുകൊണ്ട് അവർ ലോക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവർ മൃഗങ്ങളെ കൊന്നു തിന്നുവാണ്, പിന്നെ മുള വെട്ടി നശിപ്പിക്കുകയാണ്, കാട്ടിലെ ചെറുകിട വിഭവങ്ങളുണ്ടല്ലോ അതൊക്കെ നശിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അക്യൂസേഷനൊക്കെ വെച്ചിട്ട് ഇവർ ലോക്കലായിട്ട്, അപ്പോൾ അതിനൊക്കെ ഇവർക്ക് ചില ആക്ഷൻസൊക്കെ എടുക്കാം. അങ്ങനെ അവരൊന്ന് ശ്രമിച്ചു നോക്കി, അതൊന്നും ഏശിയില്ല. അപ്പോൾ അവരും ആദിവാസികളാണല്ലോ, അവർക്കും ചേർത്ത് നിൽക്കാൻ അറിയാം. അങ്ങനെ ഇതിനെ അട്ടിമറിക്കാനായിട്ട് ഒരു ശ്രമം എന്ന് പറഞ്ഞ് നടത്തിയത് ഇവർ തന്നെയാണ്. ഈ
ഈ ലോക്കൽ ഫോറസ്റ്റുകാർ. പിന്നെ ഇവിടെ വയനാട്ടിലൊരു പ്രകൃതി സംരക്ഷണ സമിതി എന്നും പറഞ്ഞൊരു സമിതിയുണ്ട്. അങ്ങനെ സംരക്ഷണ സമിതിയൊന്നുമില്ല, അവർ കുറച്ച് പേര് കൂടിയിട്ടുള്ളൊരു സംഗതിയാണ്. ബാദുഷയാണ് എൻ്റെ ആൾ. ബാദുഷ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേഴ്സണാണ്. പുള്ളി ഈ ലോക്കൽ ഫോറസ്റ്റുകാരുമായിട്ട് വലിയ ധാരണയിലാണ്. അപ്പോൾ പുള്ളി ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഈ ലോക്കൽ ഫോറസ്റ്റുകാരുമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഈ ലോക്കൽ ഫോറസ്റ്റ് സ്റ്റാഫ് അവർക്കൊരു തലവേദനയായത്. മുകളിലേക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, അത് പറയാൻ ഇവരുടെ കയ്യിലില്ല. അപ്പോൾ ലോക്കലായിട്ട് ഒരു സ്റ്റേറ്റ് ഇഷ്യൂ ആക്കാതെ ഇതിനെ അങ്ങോട്ട് സെറ്റിൽ ചെയ്ത് ഇവരെ അങ്ങ് ഇറക്കാൻ പറ്റുമോ എന്ന് അവർ മാക്സിമം നോക്കി. അങ്ങനെയുള്ള അട്ടിമറി ശ്രമങ്ങളാണ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ബാദുഷയൊക്കെ വളം വെച്ച് കൊടുത്തു. കാരണം അയാൾ ഈ ഫോറസ്റ്റുകാരുമായിട്ട് ധാരണയിലാണ്. അതാണ് അയാൾ ഡ്യൂപ്ലിക്കേറ്റ് പേഴ്സൺ. അതായത് ഇതൊരു ഒറിജിനൽ ആദിവാസികളുടെ സമരമാണോ, അവരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശമാണെന്ന് കണ്ടുകൊണ്ടൊരു വിശാല സമീപനം എടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല ഈ പ്രകൃതി സംരക്ഷണ സമിതിക്ക്. അവരത് സങ്കുചിതമായിട്ട് കണ്ടിട്ട് ഇവരുടെ കൂട്ടത്തിൽ കൂടി ഇവരുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി. അതിനകത്ത് ഞാൻ ഇൻവോൾവ് അല്ല, കേട്ടിട്ടേ ഉള്ളൂ. അതെൻ്റെ മനസ്സിൽ ക്ലിയറായിട്ടില്ല. അവരെന്തോ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ കാട്ടിൽ തീയിടാൻ പോവോ, ഇവരുടെ കുടിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോറസ്റ്റുകാർ, അതിനകത്തൊക്കെ ബാദുഷയൊക്കെ അറിയാവുന്നതാണ് പറയണേ. അതുപോട്ടെ, ഇതിന് തീയിടാൻ വേനൽക്കാലം ആയി വരുമ്പോഴത്തേക്കും കാട്ടിൽ തീയിട്ട കുറേ ഏരിയ അങ്ങോട്ട് കത്തിപ്പോയാലും ജാനുവിൻ്റെ ഷെഡും കത്തിപ്പോകലോ. അങ്ങനെ ഇവർ തീയിടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി, കാടിന് തീയിടാൻ. അപ്പോൾ ഇവരുടെ കയ്യിൽ ആധുനിക സംവിധാനം ഒന്നും ഇല്ലല്ലോ തീ കെടുത്താനായിട്ട്. അപ്പോൾ കത്തിയാൽ ചിലപ്പോൾ ഇവർ ഇതോടുകൂടി അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ പക്ഷെ അത് ഇവർ മുൻകൂട്ടി അവരെ പിടിച്ച്, ഈ തീയിടാൻ വന്നവരെ അങ്ങനെ പിടിച്ച് ഇവരുടെ ഏജൻറ്റന്മാരെ അവരെ തടവിൽ വെക്കുമോ. ആ കൂട്ടത്തിലൊരു ഫോറസ്റ്റ് സ്റ്റാഫിനെയും പിടിച്ചവർ, ഈ ജാനു സമരക്കാർ, അവർ തടവിൽ കെട്ടിയിടുക വേണ്ടൊക്കെ ചെയ്തു. അതൊരു വലിയ പ്രശ്നമായി. അപ്പോൾ അവർ തീവ്രവാദികളാണെന്നുള്ള, തീവ്രവാദികളിൽ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ആ ഒരു മുഖം കൊണ്ടുവരാൻ നോക്കിയവർ തീവ്രവാദികളാണെന്നുള്ള. അപ്പോൾ അവർ കെട്ടിയിട്ടതൊക്കെ ശരിയാണ്. അപ്പോൾ അത് ചില ഇവരുടെ ലോക്കലായിട്ട് വന്ന ചില ഫോൾട്ടാണ്. ഇവർക്ക് അറിയാൻ പാടില്ല ഈ ഫോറസ്റ്റ് സ്റ്റാഫാന്നുള്ള ഒരു ഗാർഡിനെയോ ഫോറസ്റ്റുകാരുണ്ട് പിടിച്ച് കെട്ടിക്കളഞ്ഞു ഈ കൂട്ടത്തിൽ. ഇവർ നടന്നത് ഇതിന് ആസൂത്രിതമായിട്ട് തീ വയ്ക്കാൻ വേണ്ടി നടന്നവരാണ്. പിന്നെ ഇവരെന്താ മാന്യോ എന്തൊക്കെ വേട്ടയാടുന്നോ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിലൊന്നും ഇവർ പിടിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ അവർ ശരിക്കും ശ്രമം നടത്തിയിട്ടുണ്ട്, ഈ ബാദുഷ പ്രകൃതി സംരക്ഷണ സമിതി അടക്കം. അപ്പോൾ ജാനുവിൻ്റെ സമരത്തിനെതിരായിട്ട് ഇവർ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ അതൊരു വാസ്തവത്തിൽ അത് ആദിവാസികളുടെ ചരിത്രത്തിലൊരു നാഴികക്കല്ലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അങ്ങനെ ഒരു സ്ഥാനം അതിന് കിട്ടിയത്. അതിനെ അടിച്ചമർത്തി അത് വെടിവെപ്പിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു, പോലീസുകാരനെ കൊന്നുപോലും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ അതിനെ മിനിമൈസ് ചെയ്ത് ചെറുതാക്കി കാണിക്കാനൊക്കെ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു ഐതിഹാസിക സമരമായിരുന്നു എന്നുള്ളത് പിന്നീടത് അങ്ങനെ വന്നത്. അതിലേക്ക് വന്ന ഒരു ക്ലൈമാക്സാണ് വെടിവെപ്പ്. അപ്പോൾ ക്ലൈമാക്സ് വേണമെങ്കിൽ അതിന് മുമ്പ് ചില കാര്യങ്ങൾ നടന്നിരിക്കണമല്ലോ. ചില സംഘർഷങ്ങളും പ്രശ്നങ്ങളും നടന്നിരിക്കണമല്ലോ. അപ്പോൾ അത് ഈ പറഞ്ഞ 2 മാസം കൊണ്ട് പലതും നടന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് ഈ ലോക്കൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ DFO ലെവലിലേക്ക് വന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അവരും തമ്മിലുള്ള സംഘർഷമാണ്. അതവർ പൊലിപ്പിച്ച് കാണിച്ചു. അവരെ മർദ്ദിച്ചു എന്നോ ഇവർ ഭീകര ഗ്രൂപ്പ് തന്നെയാണെന്നുള്ള വരുത്തി തീർക്കാനായിട്ട് എല്ലാം പൊലിപ്പിച്ച് ഇവർക്കെതിരായിട്ട് വരുവാണല്ലോ. അങ്ങനെയാണ് പ്രകൃതി സംരക്ഷണ സമിതിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. എല്ലാം ഇവർക്ക് എതിരായിട്ട് പൊലിപ്പിച്ച് കാണിക്കുകയാണ്.
അങ്ങനെ അങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചത് ശരിയാണോ, അത് ഏതെങ്കിലും ആളുകൾ അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ മുകളിലുള്ള അധികാരികൾക്ക് പറ്റും. ഈ ആൻ്റണി വിചാരിച്ചെങ്കിൽ അത് പറ്റിയിരുന്ന ഞാൻ വിശ്വസിച്ച് വേറെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇതിൻ്റെ അടിയൊഴുക്ക് എന്തായിരുന്നു എന്നുള്ളത്. അടിയൊഴുക്കുണ്ടായിരുന്നു. ഫോൾസ് ആയിട്ടുള്ള ആദിവാസികൾക്കെതിരായിട്ടുള്ള ഇവിടെ നടന്ന ലോക്കൽ സമരത്തിന് കണക്ക് കൂട്ടി എതിർത്ത ആളുകളെയും പ്രസ്ഥാനങ്ങളുടെയൊക്കെ വേരറക്കേണ്ടിയിരുന്നു. അതൊന്ന് കണ്ടുപിടിക്കേണ്ടിയിരുന്നു. അതാരും ശ്രമിച്ചില്ല. അതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് അവസാനം ഇവർ ഭീകരവാദികൾ തന്നെയാണെന്നുള്ളത് ആൻ്റണി അത് കേട്ടിരിക്കണം, അല്ലെങ്കിൽ വെടിവെക്കാൻ ഓർഡർ കൊടുക്കും. അവിടെയാണ് ഫോൾട്ട് പറ്റിയത്. തുടക്കത്തിൽ ഇവരൊന്നും പിന്നെ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുമല്ല, അതിനെ ഒതുങ്ങി വന്നവരുമല്ല. അവരുടെ കയ്യിലൊരു ചുക്കുമില്ല. കുറേ അമ്പും ബില്ലും അങ്ങനെയുള്ളതൊക്കെ കാണും. ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അവരെടുത്ത് പ്രയോഗിക്കാതിരുന്നത്? അവരതൊരു ആയുധമൊന്നും പ്രയോഗിച്ചിരുന്നു. പിന്നീട് അവർക്ക് തെളിയിക്കാനും പറ്റിയിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഒരു ഭീകര ഗ്രൂപ്പും ബന്ധവും അവർക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവർക്കില്ലായിരുന്നു. അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എടുത്തിയാടി അങ്ങോട്ട് തീരുമാനിച്ച് വെടിവെച്ചിട്ടാണെങ്കിലും പുറത്താക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നു അധികാരികൾ. ആൻ്റണി അതിന് നേതൃത്വം കൊടുത്തു, ഫോറസ്റ്റുകാരതിന് നേതൃത്വം കൊടുത്തു. പിന്നെ ആ രീതിയിലേക്ക് വന്നപ്പോൾ അവരുടെ തന്നെ കൈ തെറ്റിപ്പോയതായിരിക്കാം. പക്ഷേ എന്നാലും ആ മർദ്ദന മുറയൊക്കെ കുറേ കടന്നുപോയി. തല്ലിച്ചതച്ച് അത് എത്രമാത്രം പോലീസുകാരെ കൊണ്ടുവന്നതെന്നറിയോ? ഇവിടുന്ന് ലോക്കലായിട്ടുള്ള ഒരുത്തനുണ്ട് പോലീസിൽ, അവൻ പറഞ്ഞുള്ള ചില അറിവൊക്കെ ഉണ്ട്. അപ്പോൾ വമ്പൻ ഒരു സന്നാഹത്തെ അവിടെ ഇറക്കിയത്. അവരിങ്ങനെ പട്ടാളം പോകുന്ന കണക്ക് മാർച്ച് ചെയ്ത് കയറി. എന്നിട്ട് അവർ വിചാരിച്ച കണക്ക് തോണ്ടി അങ്ങ് ഇറക്കി വിടാൻ പറ്റിയില്ല. ഈ അളമുട്ടിയ ചേരയും കടിക്കുന്നു പറയുമല്ലോ. അപ്പോൾ ഇവർ വളരെ ശാന്തരായിട്ടുള്ള അല്ലെങ്കിൽ തീവ്ര സ്വഭാവം ഇല്ലാത്ത ഈ മനുഷ്യർ അവരെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവൻ നിലനിർത്തണമല്ലോ. അപ്പോൾ ഇവർ ഇതങ്ങോട്ട് വളഞ്ഞിട്ട് ഇതിനകത്ത് ഒന്നും അവരറിയാതെ ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ളൊരു അഹംഭാവമൊക്കെ ആയിരുന്നു അവർക്ക്, പോലീസിനും ഇതൊക്കെ. എനിക്ക് ഫോറസ്റ്റുകാരോട് ഇങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ഏറ്റുമുട്ടിയിട്ടുമില്ല. പക്ഷെ അവർക്കറിയാം എൻ്റെ സാന്നിധ്യം ഇവിടെ. അവർ സിമ്പത്തറ്റിക്കായിരുന്നു എന്നോട്. പിന്നെ ഈ മുളയൊക്കെ വെട്ടുന്ന കാര്യത്തിൽ, എൻ്റെ ഈ മുള വർക്കിനൊക്കെ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അവരോട് എതിർപ്പുണ്ടായിരുന്നു, ഈ ഒരു സമരത്തെ. പക്ഷെ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അതിനെ ചെറുക്കാനോ അതിനെ എന്തെങ്കിലും ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടില്ല. ഈ ഫോറസ്റ്റുകാർ ചെയ്തത് ശരിയല്ല എന്നുള്ള അന്നേരം തന്നെ അറിഞ്ഞല്ലോ. ഇതിൽ ഇഷ്ടം പോലെ കൂടുതൽ ആളുകൾ മരിച്ചെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നു. അഥവാ ഇനി മരിച്ചിട്ടുണ്ടോയെന്ന് ഇപ്പോഴും വെരിഫൈ ചെയ്യാൻ പാടാണ്. ഇപ്പോഴും ഈ ഈറ്റിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണെന്നേ. ഈ പണിയിരുന്ന് പറഞ്ഞൊരു സ്വഭാവം അങ്ങനെയാണ്. ഈറ്റിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ പോയി താമസിച്ച് അവിടെ മരണപ്പെട്ട് അത് കൊടകി കൃഷി പിന്നെ തിരിച്ചു വന്നില്ല, അത്ര സില്ലിയായിട്ട് എടുക്കും അവർ. അങ്ങനെ ഒരു ടൈപ്പാണ്. ഇങ്ങനെ വല്ലതും വന്നിട്ട് ഇങ്ങനെ കൂടുതൽ ആളുകൾ മരിച്ച് അതിന് ഏത് കോളനിയിൽ നിന്ന് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധാരണ ലോകത്തെ കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞും 10 ഇരട്ടി വിഷമം ഇവരുടെ ഇടയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ എത്രയോ ആദിവാസികൾ കൊടകിലൊക്കെ ഇഞ്ചി കൃഷിക്ക് പോയിട്ട് മരിച്ചു പോയിട്ടുണ്ട്, അറിയണില്ല. പലപ്പോഴും ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ഒരു പണിയ കോളനിയിൽ ആരെങ്കിലും ചത്തുപോയാൽ അവൻ ചത്തുപോയെന്ന് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളറിയണേ. നമുക്കറിയാവുന്നൊരു പണിയനായിരിക്കും ചിലപ്പോൾ മരിച്ചത്. അത് അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ ഒരു ടൈപ്പാണ്. ഇത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെയാണ് സംഭവം യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു ടൈപ്പാണ് അവർ. അപ്പോൾ അന്ന് ഇതിലെല്ലാം ഓടിയിട്ട് അവരെ കാണില്ല ഇവരെ കാണില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ എത്ര ആളുകളെ ട്രേസ് ചെയ്തു, കണ്ടുപിടിച്ചു, ആ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അതൊരു ഇഷ്യൂ തന്നെയായിരുന്നു. കുറേ ആളുകൾ നമ്മുടെ ഇതിൽ വന്ന് ഓടി രക്ഷപ്പെട്ടു, കുറേ ആളുകൾ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ
അങ്ങനെ പോയാൽ ആ ഈറ്റുകളി ചിലപ്പോൾ നടന്ന് എത്തിക്കളയും. അതിന് ഭയങ്കര കഴിവാണ്. അവരുടെ സ്ഥലത്ത് എത്തും അവർ. അങ്ങനെ ഒരു പ്രത്യേക സംഭവമാണ്. എനിക്ക് കേട്ട് ഉള്ള അറിവേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ഒരു പോലീസുകാരൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ചോദ്യം വരത്തക്ക രീതിയിലൊന്നും പറയില്ലല്ലോ. മറ്റുള്ളവർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരും ഡയറക്റ്റായിട്ട് എനിക്ക് പരിചയം കുറവാണ്. പിന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുള്ളൂ. അന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. കാരണം ഇപ്പോൾ ഇവരിങ്ങനെ ഒരു വരട്ടിക്കഴിഞ്ഞ് ഇറങ്ങി പൊയ്ക്കൊള്ളും. ഈ ഇത്രയും എണ്ണം പോലീസുകാരെയൊക്കെ കണ്ട് ഇവർ പേടിച്ച് പൊയ്ക്കൊള്ളും എന്നുള്ളൊരു ധാരണയായിരുന്നിരിക്കണം അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഇറങ്ങിയില്ല. അവർക്ക് അതിനുള്ള സ്റ്റഡി ക്ലാസ്സും അതിനുള്ള മനക്കരുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പിടിച്ച് നിൽക്കാൻ നോക്കി. അപ്പോൾ പിന്നെ ഫോഴ്സ് ചെയ്തിറക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഫോഴ്സ് ചെയ്തിറക്കുക എന്ന് പറഞ്ഞത്, അപ്പോൾ ആദ്യത്തെ ഘട്ടം ഇങ്ങനെ കാണുക, അത് അവർ വിചാരിച്ച കണക്ക് നടന്നില്ല. പിന്നെ ഫോഴ്സ് ചെയ്യണ ഇതിലേക്ക് വന്നു. അപ്പോൾ അവർ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി, മർദ്ദിക്കാൻ തുടങ്ങി. അതിൻ്റെ ചില ഷോട്ടുകളൊക്കെ നമ്മുടെ സുഭാഷിൻ്റെ ഇതിലുണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. തല്ലി, ലിറ്ററലായിട്ട് അവർ തല്ലി വരട്ടി പേടിപ്പിച്ച് ഇറക്കി വിടുക എന്നുള്ളതാണ്. അങ്ങനെ അവർ റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ റെസിസ്റ്റ് ചെയ്ത് അവരുടെ ഇടയിലും ഉണ്ടല്ലോ, തീവ്രവാദമൊന്നും അല്ലെങ്കിലും അവരുടെ ഇടയിൽ ചില വീര്യങ്ങളുണ്ടല്ലോ. അത് അവരുടെ മണ്ണിൽ വന്ന്, അവരുടെ ഫോറസ്റ്റിൽ, അവരുടെ ഏരിയയിൽ വന്നിട്ടാണ് ഈ കളി കളിക്കുന്നത് അവർ. അപ്പോൾ അവിടെ പിന്നെ ഇവർ എങ്ങോട്ടാണ് പോണത്? കാട്ടിലല്ലെങ്കിൽ പിന്നെ കാട്ടിലവർക്ക് സ്ഥാനമില്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകാനാണ് അവർ? അപ്പോൾ അവർ വിചാരിച്ചേ കഴിഞ്ഞ് അവർ റെസിസ്റ്റ് ചെയ്തു, ചെറുത്തു. അങ്ങനെ എന്തോ സംഘർഷം ഉണ്ടായി. ഇപ്പോൾ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പോലീസുകാരനെ വെട്ടിയത് ശരിയെന്നാണ് പറയുന്നത്. അയാൾ വെട്ടുകൊണ്ട് ചത്തുപോയതും ശരിയാണ്. അപ്പോൾ പിന്നീട് വെടിവെപ്പ് വന്നപ്പോൾ യോഗിയും മരിച്ചത് ശരിയാണ്. പക്ഷേ ഇതിൽ കൂടുതൽ അതേപ്പറ്റിയുള്ള അതിനുള്ള ദൃക്സാക്ഷികളോ അങ്ങനെയുള്ളൊരു ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കേട്ടറിവേ ഉള്ളൂ ഇതേപ്പറ്റി. അതിങ്ങനെയാണ്. അത് അവർ റെസിസ്റ്റ് ചെയ്തു. അതാണ് അവർക്ക് ഇവർ തീവ്രവാദികളാണെന്ന് മുദ്ര കുത്താനുള്ള കാരണം അതാണ്. സാധാരണ ഒന്ന് വരട്ടിയാൽ ഇവർ പോവും. ഇപ്പോൾ ഇവർ കാട്ടിൽ എന്തെങ്കിലും, പിന്നെ ഇപ്പോൾ ഫോറസ്റ്റുകാരാണെങ്കിലും ഇവർ കാട്ടിൽ കയറി എന്തെങ്കിലും വിറകിനോ പോയി ഇനി ഇവർ ഓടിക്കണമെങ്കിൽ ഒന്ന് ഒരു ഒച്ചയിട്ടാൽ മതി, ഈറ്റുങ്ങൾ പോവും. ഈറ്റുങ്ങൾക്ക് അത്രയൊക്കെ ഒരു ധൈര്യമുള്ളൂ. അങ്ങനെ ഇവരെ എളുപ്പത്തിൽ ഇറക്കാമെന്നാണ് അവർ ധരിച്ചത്. പക്ഷേ ജാനുവിൻ്റെ പിൻബലമായിരിക്കും. പിന്നെ കൊടുത്ത സ്റ്റഡി ക്ലാസ്സുകളിൽ ഇതൊക്കെ ഭാഗമായിട്ട് അവർ കുറേ അതിന് തീവ്രവാദമായിട്ട് അവർ വ്യാഖ്യാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സംഭവം നടന്നത്. അങ്ങനെ വെടിവെപ്പ് കലാശിച്ചു. ഇവരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി അതിനെ. ഇപ്പോൾ ഇവൻ ഓർത്തിട്ടുണ്ട് ഇത്രയും ആളുകൾ. ഇപ്പോൾ മുത്തങ്ങയിൽ അവൻ്റെ ജന്മനാടാണ്. ഇപ്പോൾ ആദിവാസി, അവൻ കുറുമരിപ്പെട്ട ആളാണ്. ഇത്രയും ആളുകൾ അതിന് വേണമോ, ഇത്രയും സന്നദ്ധമായിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ അവന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഒരുങ്ങിയെന്നുള്ളതും നമുക്കറിയാൻ പാടില്ല. വലിയ ഒരുങ്ങിയത് അവർ ശരിക്കും ഒരുങ്ങി വന്ന വലിയൊരു എണ്ണം പോലീസുകാരുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരുക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമുക്ക് മെഷർ ചെയ്യാൻ പാടാം എന്തുകൊണ്ടാണ് അവർ അത്ര ഒരുങ്ങിയെന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ എല്ലാവരും ഒന്നും കയറിപ്പോയില്ല. ഒരു കുറഞ്ഞ പോലീസുകാരെ പോയി. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇവിടെ ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു താഴെ. അപ്പോൾ പെട്ടെന്ന് ഇവരിങ്ങനെ ഒഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം എല്ലാം കൂടെ കയറി നിർബന്ധിച്ച് ഇവർ തൂക്കിയെടുത്തെറിയാൻ മാത്രമുള്ള പോലീസുകാരുണ്ടായിരുന്നു. അത്രമേലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവർ ഇപ്പോൾ പുറമേ നിന്ന് ആരും കയറ്റുമില്ലല്ലോ. അവിടെയുള്ള സമരക്കാരെന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ആളുകൾ ഓടി ഒളിച്ചു. തുടക്കത്തിൽ തന്നെ തല്ലും മുട്ടുമൊക്കെ കഴിഞ്ഞു പഠിച്ച് കഴിഞ്ഞിട്ടൊക്കെ. പിന്നെ ചെറുത്ത് നിന്നവരാണ് അവസാനം വെടിവെപ്പ് കൊണ്ട് എത്തിച്ചത്. അങ്ങനെ